കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. മമ്മിയുടെ സംഘത്തിൽ നിന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോയി. എങ്ങട്ടാന്നല്ലേ? എറണാകുളം ജില്ലയിലെ പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. കായലിന്റെ നടുക്ക് ഇറങ്ങാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്കറിയോ? കമന്റ് ചെയ്യണേ. ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു. 6 മണിക്ക് ഞങ്ങൾ ഇറങ്ങിട്ടോ. എന്നിട്ട് ഞങ്ങള് ഹോട്ടലിൽ കേറിയിട്ട് ഭക്ഷണം കഴിക്കായിരുന്നേ. പപ്പയും ആന്റപ്പനും മസാല ദോശയും, ഞാനും അമ്മയും നെയ്റോസ്റ്റും, കുറെ ആന്റിമാര് കുറെ ഫുഡുകളൊക്കെ ഓർഡർ ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് ഞങ്ങക്ക് ഇൻസ്ട്രക്ഷൻസും റൂൾസും ഒക്കെ ഞങ്ങക്ക് പറഞ്ഞു തന്നു. അതൊക്കെ കേട്ടിരുന്നപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. പിന്നെ ഞങ്ങള് അത് കഴിക്കാൻ തുടങ്ങി. എന്റെ കണ്ടോ, എന്റെ തൊപ്പി പോലെ ഒരു ഇതാണ്. ഫസ്റ്റ് എനിക്ക് എങ്ങനെ ആക്കണമെന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടോ. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇൻസ്റ്റാഗ്രാമിലൊക്കെയുള്ള ലിജോ പയപ്പള്ളി എന്ന് പറയുന്ന പേജിന്റെ ചേട്ടന്റെ കൂടെ ആട്ടോ ഞങ്ങൾ ഈ ട്രിപ്പ് ബുക്ക് ചെയ്തത്. സോ അവര് നല്ല അഫോർഡബിൾ പ്രൈസിന് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ നമ്മള് സ്ഥലത്തെത്തി. അപ്പോ അവിടുത്തെ ആൾക്കാരും മാനേജറൊക്കെ ഞങ്ങക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൂടെ തന്നിട്ട് ഞങ്ങൾ അതൊക്കെ കേട്ട് നിന്നു. ഞങ്ങക്ക് അവിടെ നിന്ന് ഒരു ബോട്ട് വരണം, എന്നാലേ ഞങ്ങക്ക് കയറാൻ പറ്റൂ. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പൊ ബോട്ട് വന്നപ്പോ ഞങ്ങൾ കയറാൻ പോയിട്ടോ. കുറച്ച് ദൂരമുണ്ട് അവിടേക്ക്, കായലിന്റെ നടുക്കിലേക്ക് എത്താൻ വേണ്ടി. നമ്മൾ ഇനി നേരെ വെള്ളത്തിലേക്കാണ് പോണത്. ഏകദേശം 1.5 മണിക്കൂർ നമ്മള് ബോട്ടിൽ ട്രാവൽ ചെയ്താൽ നമ്മൾ എത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങള് ബോട്ടിൽ കയറിയിട്ട് ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്. സോ അവിടുത്തെ ചേട്ടൻ ഞങ്ങക്ക് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി തന്നു. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് കുറെ കാഴ്ചകൾ കാണാൻ പറ്റി കേട്ടോ. കുറെ ബിൽഡിങ്സും വെള്ളി നക്ഷത്രം, അങ്ങനെ കുറെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത പാലസ് ആട്ടോ അത്. അങ്ങനെ കുറെ കഴിഞ്ഞു. പിന്നെ ഇനി സമയമുണ്ട്. ഞങ്ങൾ അങ്ങനെ പാട്ടുപാടി, അന്താക്ഷരി കളിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറെ ദ്വീപുകളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ പാട്ട് പാടാനുള്ളവർക്ക് പാട്ട് പാടാൻ. മമ്മിയുടെ സംഘത്തില് ഏറ്റവും കൂടുതൽ നന്നായി പാട്ട് പാടുന്ന ഒരാളാട്ടോ പുഷ്പേച്ചി. ഞങ്ങളുടെ അവിടെ പുഷ്പേച്ചി ഹിന്ദി, തമിഴ് അങ്ങനെ കുറെ പാട്ടുകൾ പാടി തന്നു കേട്ടോ. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു കേട്ടോ ആ പാട്ട്. ദേ പുഷ്പേച്ചി ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ പാടി ഞങ്ങളെല്ലാരും എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങള് അന്താക്ഷരി കളിച്ചു കേട്ടോ. 2 ഗ്രൂപ്പായിട്ടൊക്കെ തിരിഞ്ഞ് ഞങ്ങൾ അന്താക്ഷരി കളിച്ചു. പിന്നെ കുറച്ചു നേരം കൂടെ ട്രാവൽ ചെയ്തപ്പോ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഇതാണ് കാലിന്റെ നടുക്ക് ഇറങ്ങിയ നമുക്ക് കുളിക്കാൻ പറ്റുന്നൊക്കെ പറയുന്ന സ്ഥലം. സോ ഇവിടെ ഞാനും ആന്റപ്പനും ഒക്കെ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. നമ്മുടെ കാലിന്റെ ഒക്കെ ഒരു ഭാഗം വരെ ഉള്ളൂ ഈ വെള്ളം ഉള്ളത് കേട്ടോ. അകലം പൂവും തോറും കൂടി വരും. എന്നാലും നമ്മുടെ ബോട്ടിന്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോ നമ്മുടെ കാലിന്റെ അവിടം വരെ ഉള്ള വെള്ളം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. ഉപ്പ് വെള്ളമാണ്, എന്നാലും ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പ്ലേസ്. സോ ഇതിന്റെ അടിയിൽ കുറെ കക്ക പറക്കാറുണ്ട്, കക്ക. അപ്പൊ ഞങ്ങള് വലിയ കക്കകളും എല്ലാം പറക്കിയിട്ട് കവറിലൊക്കെ ആയിട്ട് കുറെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മള് കുറച്ച് റീൽസ് എടുക്കാനാട്ടോ പോയത്. അങ്ങനെ റീൽസ് ഒക്കെ എടുത്ത്, അതെ ആന്റപ്പനൊക്കെ കണ്ടില്ലേ, അടിയിൽ കണ്ടോ? ആന്റപ്പനൊക്കെ നല്ലോണം കളിച്ചു കുളിച്ചു. സോ അതാണ് റീൽ എടുത്തത് കേട്ടോ. അപ്പൊ ഇതാണ് മമ്മിയുടെ സംഘത്തിലത്തെ ആൾക്കാര് കേട്ടോ. നിങ്ങൾ മുന്നേ കണ്ടുണ്ടാവും, എന്നാലും ട്രിപ്പ് പോകുമ്പോ നമ്മൾ ഒന്നും കൂടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ നേരം ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു കേട്ടോ. നീന്താൻ അറിയില്ലെങ്കിലും ഞാൻ പറ്റുന്ന പോലൊക്കെ നീന്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നീന്താൻ പഠിക്കൊക്കെ ചെയ്തു. ഇവിടെ ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിമാരൊക്കെ എനിക്ക് പഠിപ്പിച്ചെന്ന് ഞാൻ അങ്ങനെ ഏകദേശമൊക്കെ പഠിച്ചു കേട്ടോ.
പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു റിസോർട്ടിലേക്കാണ് പോയത്. അവിടെ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. നല്ല നാടൻ ഫുഡായിരുന്നു. അതിൻ്റെ കൂടെ ചിക്കനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രൈ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇരിക്കാൻ പോയപ്പോൾ അവിടെ ഐസ്ക്രീം കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ഐസ്ക്രീം കഴിച്ചു. വാനില ഫ്ലേവർ ഐസ്ക്രീം ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ കയാക്കിംഗ് പരിപാടിക്കാട്ടോ പോയത്. അത് നല്ല എൻജോയ് ചെയ്യായിരുന്നു. നമ്മളിങ്ങനെ പെടലൊക്കെ ചവിട്ടി വെള്ളത്തിലൂടെ പോകുന്നതാണ്. നമ്മളൊരു വലിയൊരു കയാക്കിംഗ് ബോട്ട് തന്നെയാണ് കേട്ടോ എടുത്തത്. അതിങ്ങനെ ചവിട്ടി പോകുമ്പോൾ അതിന്റെ വെയിറ്റ് ഉണ്ട്, ഞങ്ങളുടെ വെയിറ്റ് ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു ആ ഒരു ഡേ കേട്ടോ. സോ ഞങ്ങള് ചവിട്ടി പോവാണ്. ഇത് അവിടെ ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് പോണ വഴിക്ക് ആമ്പൽപ്പൂവൊക്കെ പറിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ ആമ്പൽപ്പൂവ് പറിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചിലപ്പോൾ റിവേഴ്സും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോകും. സമയം പോകണ്ടേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കയാക്കിംഗ് പരിപാടി ചെയ്തിട്ട് കുളിച്ച് ഡ്രസ്സ് മാരിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാനുള്ള അപ്പോൾ ഒരു 4:30 ആ ഒരു ടൈം ആയിട്ടുണ്ടാവും. സോ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. നല്ല ചൂട് ചായയും സമൂസി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തോണ്ടിരിക്കാം കേട്ടോ. അങ്ങനെ പോയി രാത്രി ബസ്സിൽ ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾ രാത്രി മന്തി ആട്ടോ കഴിച്ചത്. അൽഫാം മന്തി ആയിരുന്നു കഴിച്ചത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അൽഫാം മന്തി കഴിച്ചു. പിന്നെ ഡാൻസ് DJ പരിപാടികളായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ഇട്ട് നമ്മൾ കളിച്ചു. ചേച്ചിമാരൊക്കെ നല്ല എൻജോയ് ചെയ്തു കേട്ടോ ഈ ട്രിപ്പ്. നോക്കിയേ, മമ്മിയും എല്ലാവരും കൂടിയിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു കേട്ടോ, DJ ലൈറ്റൊക്കെ ഇട്ടിട്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.